ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞാപ്പു വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വയനാടൻ സ്പെഷ്യൽ പോത്തുംകാലും ഓട്ടുപത്തിലുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ പോത്തുംകാൽ ഉണ്ടാക്കുന്നത് ഉമ്മാമയാണ്. ഉമ്മാമ്മൻ്റെ സ്പെഷ്യലാണിത്. ഇപ്പോൾ പോത്തുംകാൽ ഇത് കട്ട് ചെയ്തിട്ടും കിട്ടും. ഞങ്ങൾക്കിവിടെ ഒന്ന് ഫുള്ളായിട്ടുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് വലിപ്പം നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് വൃത്തിയായി കഴുകണം. കുറച്ച് പാടാണ് ഇത് കഴുകിയെടുക്കാൻ തന്നെ. മാക്സിമം നന്നായിട്ട് വൃത്തിയായി കഴുകിയെടുക്കണം. അപ്പോൾ നമ്മുടെ പോത്തുംകാൽ നന്നായി വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഏത് പാത്രത്തിലാണോ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ മുളക് പൊടി അധികം ചേർക്കുന്നില്ല, കൂടുതലും കുരുമുളക് പൊടി ഇട്ടിട്ടാണ് നമ്മളിത് വെക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി 1.5 ടേബിൾ സ്പൂൺ വലിയ ജീരകം നമുക്കൊരു ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ കുരുമുളക് പൊടിയൊക്കെ ആ കാലിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം. ഇനി നമ്മൾ പൊടിച്ച് വെച്ച ജീരകം പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ കുറച്ച് അല്ലി വെളുത്തുള്ളി കൂടെ ചതച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ചുവന്ന ഉള്ളി, ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. കൂടുതൽ മുളക് പൊടി ഇടണ്ട. ഇതിൽ കൂടുതലായിട്ട് ഇതിൻ്റെ ഫ്ലേവർ വരുന്നത് കുരുമുളകിൻ്റെ ഫ്ലേവറാണ് വരുന്നത്. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. മസാലയൊക്കെ ഈ കാലിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ഞാനല്ല, ഉമ്മാമ ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്, അതായത് 2 ലിറ്റർ വെള്ളം. ഇനി നമുക്ക് നന്നായിട്ട് തീ കത്തിച്ചിട്ട് ഇത് അടുപ്പത്തേക്ക് വെക്കാം. നന്നായിട്ട് തീ കത്തിക്കണം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് വേകാൻ വേണ്ടി വെക്കാം. ഇപ്പം നമ്മുടെ കാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഉപ്പും എല്ലാം എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് വെന്ത് വരണം. ഞങ്ങളിവിടെ ഒരു ദിവസം തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്ടുപത്തിലാണ്. ഞങ്ങളിവിടെ വയനാട്ടിൽ ഓട്ടുപത്തിൽ എന്നൊക്കെയാണ് പറയുക. വേറെ സ്ഥലത്ത് ഒറോട്ടി, ടയർ പത്തിൽ, അങ്ങനെ പല പേരും ഉണ്ട് ഇതിന്. ഇതിനായിട്ട് 2 കപ്പ് റേഷൻ അരിയും 1 കപ്പ് വേവുള്ള അരിയും കൂടെ നല്ല ചൂടുള്ള വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. നന്നായി കുതിർന്നതിന് ശേഷം അത് ഗ്രൈൻഡറിലിട്ടിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവ് വെള്ളം വലിയാൻ വേണ്ടിയിട്ട് ഒരു തുണിയിലിട്ട് വെക്കണം.
മാവിലെ വെള്ളം മാറിയതിന് ശേഷം നമുക്കിതൊരു വാഴയിലയിൽ കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കാം. നമ്മുടെ അടുപ്പത്ത് നല്ല പത്തിൽക്കല്ല് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായതാണ്. അപ്പോൾ അതിലേക്ക് ഈ പത്തിലിട്ട് കൊടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം. പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇത് വേഗം മറിച്ചിട്ട് കൊടുക്കണം. ഒരു ഭാഗം കൂടുതൽ സമയം വെച്ചാൽ അവിടെ ഉണങ്ങിപ്പോകും. അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരണം. ഇനി അതിൻ്റെ വാഴയില മാറ്റിയിട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് അമർത്തി കൊടുക്കുക. അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. നമ്മളിത് നന്നായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തേങ്ങാപ്പാലിൽ ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പാലിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് കഴിക്കാൻ നേരത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മളെ പത്തിലും പോത്തും കാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പോത്തും കാല് നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അതിൽ അടിയിൽ കാണുന്നത് ഈ കാലുള്ള ഫുള്ള് നെയ്യാണ്. ഇത് നല്ല ചൂടോടെ തന്നെ കഴിക്കണം. ഇത് തണിയാൻ വേണ്ടി വെച്ചാൽ ഈ നെയ്യൊക്കെ ഉറച്ചു പോകും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ ഈ പോത്തുംകാല് കർക്കിടക മാസത്ത് കഴിക്കുന്നത് നല്ലതാണ്. ഇതൊരു മരുന്നും കൂടെയാണ്. കാലുവേദന, കൈവേദന, പിന്നെ കാലിൻ്റെ അടിയിൽ തരിപ്പ് അങ്ങനത്തെ ഉള്ളതിനൊക്കെ മരുന്നാണ്. ഇതൊക്കെ ഉമ്മാമ പറഞ്ഞു തന്നെയാണ് കേട്ടോ. അപ്പം നമുക്കിനി പോത്തുംകാലും പത്തിലും കൂടെ തിന്നാലോ. ഇപ്പം നമ്മുടെ പോത്തുംകാലും പത്തിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു ദിവസം തന്നെ ഞങ്ങളിവിടെ പോത്തുംകാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പോത്തുംകാലും പത്തിലും അടിപൊളി കോമ്പിനേഷനാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ കാലിൻ്റെ പുറം ഭാഗം മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിലൊരു സാധനമുണ്ട്. അതാണ് മജ്ജ. അത് നല്ല മരുന്നാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.